ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിൽ യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന ടോപ്പിക്കിൻ്റെ 6ാമത്തെ പാർട്ട് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ 5 പാർട്ടിൻ്റെയും വീഡിയോൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും. അപ്പോൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മൾ ഈ കൊട്ടേഷൻ പ്രൈസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൊട്ടേഷൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടോപ്പിക്കിൽ വരുന്ന ബാക്കി ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയോട് കൂടിയിട്ട് ഈ ഒരു യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന ടോപ്പിക്ക് അല്ലെങ്കിൽ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ടെൻഡർ പ്രൈസ് വെൻ ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ എക്സ്പെൻസ് ആർ ഗിവൺ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ കൊട്ടേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡർ പ്രിപ്പയർ ചെയ്യുമ്പോൾ വേരിയബിൾ എക്സ്പെൻസും അതേപോലെ ഫിക്സ്ഡ് എക്സ്പെൻസും തന്നിട്ടുണ്ട് എങ്കിൽ എങ്ങനെയാണ് ടെൻഡർ പ്രൈസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡർ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഒന്നുമില്ല, ജസ്റ്റ് ഇപ്പോൾ ഫാക്ടറി കോസ്റ്റിനെ വേരിയബിൾ ഫാക്ടറി കോസ്റ്റ് ഉണ്ടാകും, അതേപോലെ ഫിക്സ്ഡ് ഫാക്ടറി കോസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. മാനേജിംഗ് ഡയറക്ടർ ഓഫ് എ manufacturing company consult you as to the minimum price at which he can sell the output of one of the department of the company. The company's record show the following particulars for this department for the previous year. ഈ റെക്കോർഡ് പ്രകാരം പ്രീവിയസ് ഇയറിൽ 100 യൂണിറ്റ് പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ട്, ആ 100 യൂണിറ്റും സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 100 യൂണിറ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ 39,000, ലേബർ 21,000, ഡയറക്റ്റ് എക്സ്പെൻസ് 3,000, ഫാക്ടറി ഓൺ കോസ്റ്റ് 21,000, ഓഫീസ് ഓൺ കോസ്റ്റ് 8,400, സെയിൽസ് എക്സ്പെൻസ് 9,600, പ്രോഫിറ്റ് 15,000, സെല്ലിംഗ് പ്രൈസ് 1,17,000. ഇനി അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ആയിട്ടുള്ളത്, ഇറ്റ് ഈസ് അസർട്ടൈൻഡ് ഫ്രം ദി റെക്കോർഡ് ദാറ്റ് 40% ഓഫ് വർക്ക് ഓൺ കോസ്റ്റ്. അപ്പോൾ ഈ വർക്ക് ഓൺ കോസ്റ്റ് ഫാക്ടറി കോസ്റ്റിൻ്റെ 40% ഫ്ലക്ച്വേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേരിയബിൾ ആണ്. ആൻഡ് 70% ഓഫ് സെല്ലിംഗ് ഓൺ കോസ്റ്റ് ഫ്ലക്ച്വേറ്റ് വിത്ത് സെയിൽസ്. അപ്പോൾ ഈ സെല്ലിംഗ് ഓൺ കോസ്റ്റിൻ്റെ 70% അതെന്താണ്, ഫ്ലക്ച്വേറ്റ് ആണ്, അപ്പോൾ അത് വേരിയബിൾ ആണ്. It is anticipated that the department would produce and sell 1,000 യൂണിറ്റ് പെർ ആനം. ഇനി ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് ഒരു വർഷത്തിൽ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും അത് വിൽക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ ഡയറക്റ്റ് ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ്, ഡയറക്റ്റ് ലേബറിൽ എത്രയാണ്, 20% ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഫിക്സ്ഡ് വർക്ക് ഓൺ കോസ്റ്റ് വിൽ ഇൻക്രീസ് ബൈ 9,000. Office on cost and fixed selling on cost are expected to show an increase 25%. ഫിക്സ്ഡ് ഓൺ കോസ്റ്റിലും അല്ല ഓഫീസ് ഓൺ കോസ്റ്റിലും ഫിക്സ്ഡ് സെല്ലിംഗ് ഓൺ കോസ്റ്റിലും 25% ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ബിസൈഡ് ദീസ് നോ അതർ ചേഞ്ചസ് ആർ ആൻറ്റിസിപ്പേറ്റഡ്. പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ സബ്മിഷൻ ടു യുവർ ക്ലയൻറ്റ്. ഓക്കെ, അപ്പോൾ ക്ലയൻറ്റിന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ വർക്ക് ഓൺ കോസ്റ്റിലും അതേപോലെ സെല്ലിംഗ് ഓൺ കോസ്റ്റിലും ഫിക്സ്ഡ് ഉണ്ട്, വേരിയബിൾ ഉണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് 1000 യൂണിറ്റിൻ്റെതായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻഫോർമേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. കോസ്റ്റ് ഷീറ്റിലേക്ക് കടക്കാം. കോസ്റ്റ് ഷീറ്റിൽ ടോട്ടൽ 100 യൂണിറ്റ് ആണ്, പെർ യൂണിറ്റും ഒരു കോളം. മെറ്റീരിയൽ കോസ്റ്റിൽ തന്നിട്ടുള്ള 39,000 അത് എഴുതി. പെർ യൂണിറ്റ് ആകുമ്പോൾ 100 യൂണിറ്റിനാണെന്നുണ്ടെങ്കിൽ 390. ഓക്കെ, ലേബർ 21,000, പെർ യൂണിറ്റ് 210. ഡയറക്റ്റ് എക്സ്പെൻസ് 3,000, പെർ യൂണിറ്റ് 30. അപ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടി 63,000, പെർ യൂണിറ്റ് 630. ഇനി ഫാക്ടറി ഓൺ കോസ്റ്റ് 21,000 ആണ്. 21,000 ഇവിടെ പറഞ്ഞിട്ടുണ്ട് 40% ഓഫ് വർക്ക് ഓൺ കോസ്റ്റ്. വർക്ക് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറി ഓൺ കോസ്റ്റിനാണ് വർക്ക് ഓൺ കോസ്റ്റ്. അതിൻ്റെ 40% വേരിയബിൾ ആണ്, ഫ്ലക്ച്വേറ്റഡ് ആണ്, അപ്പോൾ വേരിയബിൾ ആണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ 40% ഈ 21,000 40% വേരിയബിൾ ആണ്, 8,400 വേരിയബിൾ. അതേപോലെ 60% അപ്പോൾ എന്താകും, ഫിക്സ്ഡ് ആകും. ഒന്നിലേക്ക് വേരിയബിൾ ആണെങ്കിൽ ബാക്കിയുള്ള പോർഷന് ഫിക്സ്ഡ് ആണ്. അപ്പോൾ 60% ഫിക്സ്ഡ് ആണ്. 60% ആകുമ്പോൾ 12,600. അപ്പോൾ ടോട്ടൽ 21,000, പെർ യൂണിറ്റ് 210. ഇപ്പോൾ ഫാക്ടറി കോസ്റ്റ് കിട്ടി 84,000, പെർ യൂണിറ്റ് 840. ഇനി ഓഫീസ് ഓൺ കോസ്റ്റ് അതിൽ ഫിക്സ്ഡും വേരിയബിളും പറഞ്ഞിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അത് 8,400 ഡയറക്റ്റ് എടുത്ത് എഴുതി. ഓക്കെ,
ഇനി സെല്ലിംഗ് എക്സ്പെൻസിൽ ഫിക്സ്ഡ് ഉണ്ട്, അതേപോലെ വേരിയബിളും പറഞ്ഞിട്ടുണ്ട്. ഫിക്സ്ഡ് എത്രയാണ്? 30 ആണ്, വേരിയബിൾ 70 ആണ്. ഓക്കെ, 70 ആണ് ഫ്ലക്ച്വേറ്റ് ചെയ്യുക, അപ്പോൾ 70 വേരിയബിൾ ആണ്. അപ്പോൾ അതിൽ ഫിക്സ്ഡ് 30%, ഈ 9600 30%, അതേപോലെ വേരിയബിൾ ആകുമ്പോൾ 9600 70%. അപ്പോൾ 9600 കിട്ടി. അപ്പോൾ ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കോസ്റ്റിൽ വന്നിട്ടുണ്ട് 1,17,000 ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് പ്രോഫിറ്റ്. ഓക്കെ, പെർ യൂണിറ്റ് നമ്മൾ 100 ഡിവൈഡ് ചെയ്യുമ്പോൾ പെർ യൂണിറ്റ് കിട്ടും. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് 1000 യൂണിറ്റിൻ്റെതാണ്. നമുക്കിവിടെ പെർ യൂണിറ്റ് തന്നിട്ടുണ്ട്, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ചിലതിലൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ കൺസിഡർ ചെയ്യണം. മെറ്റീരിയൽ പെർ യൂണിറ്റ് 390 ആണ് അല്ലേ? അപ്പോൾ അത് 1000 യൂണിറ്റിനാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 1000 യൂണിറ്റിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ 1000 യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 39,000 അല്ല, 3,90,000. ഓക്കെ, ലേബർ 210 ആണ്. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2,10,000. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് എന്താണ്? The direct labor cost per unit will be reduced by 20%. അപ്പോൾ 20% ലേബർ കോസ്റ്റിൽ ഡിക്രീസ് ആണ്, കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കാം, ലേബർ 210, 2,10,000 ആണ് നമുക്ക് കിട്ടിയത്. അതിന് 20% കുറക്കുമ്പോൾ 1,68,000 ആണ് ലേബർ കോസ്റ്റ്. ഓക്കെ, ഡയറക്റ്റ് എക്സ്പെൻസ് അത് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഡയറക്റ്റ് എക്സ്പെൻസ് 30 ആണ്. അപ്പോൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30,000. അപ്പോൾ പ്രൈം കോസ്റ്റ് ഇതൊക്കെ കൂടി ടോട്ടൽ ചെയ്തപ്പോൾ പ്രൈം കോസ്റ്റ് 5,88,000 കിട്ടി. ഇനി ഫാക്ടറി ഓൺ കോസ്റ്റിൽ രണ്ടുണ്ട്, ഫിക്സ്ഡ് ഉണ്ട്, വേരിയബിൾ ഉണ്ട്. ഫിക്സ്ഡ് എന്നുള്ളത് നമുക്ക് കിട്ടി ഇവിടെ 12,600 ആണ്. വേരിയബിൾ എന്നുള്ളത് 8,400 ആണ്. പക്ഷേ ഇവിടെ ഫിക്സ്ഡ് വർക്ക് കോസ്റ്റ് വിൽ ഇൻക്രീസ്ഡ് ബൈ 9,000 ഫിക്സ്ഡ് വർക്ക് കോസ്റ്റിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫിക്സ്ഡ് വർക്ക് കോസ്റ്റ് 12,600 അല്ലേ? ഈ 12,600 പ്ലസ് 9,000 കൂടി ആഡ് ചെയ്തപ്പോൾ 21,600 ആണ് ഫിക്സ്ഡ് വർക്ക് ഓൺ കോസ്റ്റ് കിട്ടിയത്. അപ്പോൾ ഇനി വേരിയബിൾ എത്രയാണ്? വേരിയബിൾ കോസ്റ്റിൽ 8,400 ആണ്. അപ്പോൾ 8,400 ഇൻറ്റു 100 ആണ്. 1000 യൂണിറ്റിന് എത്രയാണ് നോക്കണം, ഡിവൈഡ് ബൈ 100. അപ്പോൾ ഈ വേരിയബിൾ വർക്ക് കോസ്റ്റ് എന്ന് പറയുമ്പോൾ 8,400 ആണ് ടോട്ടൽ കോസ്റ്റിൽ തന്നിട്ടുള്ളത്. അപ്പോൾ 8,400 ഡിവൈഡ് ബൈ 100 യൂണിറ്റിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് 84 കിട്ടും. അത് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 84,000 കിട്ടും. ഓക്കെ, അപ്പോൾ ഫാക്ടറി കോസ്റ്റ് ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 1,05,600. അപ്പോൾ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രൈം കോസ്റ്റും ഈ ഫാക്ടറി ഓവർഹെഡും കൂടി ആഡ് ചെയ്തു. അപ്പോൾ 6,93,600 ആണ് ഫാക്ടറി കോസ്റ്റ്. അതിൻ്റെ കൂടെ ഇനി ഓഫീസ് ഓൺ കോസ്റ്റ് ആഡ് ചെയ്തു. ഓഫീസ് ഓൺ കോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ഓഫീസ് ഓൺ കോസ്റ്റ് ആൻഡ് ഫിക്സ്ഡ് സെല്ലിംഗ് ഓൺ കോസ്റ്റ്. അപ്പോൾ ഓഫീസ് ഓൺ കോസ്റ്റും ഫിക്സ്ഡ് സെല്ലിംഗ് ഓൺ കോസ്റ്റിലും 25% ഇൻക്രീസ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഓഫീസ് ഓൺ കോസ്റ്റ് എത്രയാണ്? ഓഫീസ് ഓൺ കോസ്റ്റ് 8,400 ആണ് ഓഫീസ് ഓൺ കോസ്റ്റ്. അപ്പോൾ 8,400 പ്ലസ് 25%, 8,400 25% എത്ര? ആ എമൗണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ 10,500 കിട്ടി ഓഫീസ് ഓൺ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഫാക്ടറി കോസ്റ്റും ഓഫീസ് കോസ്റ്റും ആഡ് ചെയ്തപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. ഇനി സെല്ലിംഗ് ഓൺ കോസ്റ്റിൽ വേണ്ടുള്ളത് ഇവിടെ നോക്കാം. ഫിക്സ്ഡ് സെല്ലിംഗ് ഓൺ കോസ്റ്റും 25% ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിക്സ്ഡ് സെല്ലിംഗ് ഓൺ കോസ്റ്റ് 9,600 30% എടുത്തപ്പോൾ 2,880 ആണ് ഫിക്സ്ഡ് സെല്ലിംഗ് ഓൺ കോസ്റ്റ് എന്നുള്ളത്. അപ്പോൾ അതിന് 25% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3,600 കിട്ടി. ഓക്കെ, വേരിയബിൾ നമുക്കിവിടെ 6,720 ആണ്. അപ്പോൾ അത് 100 യൂണിറ്റിനാണെങ്കിൽ 67.2 വരും. അത് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 67,200 കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ ഫിക്സ്ഡ് ഓവർഹെഡ് 70,800 കിട്ടി. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ സെല്ലിംഗ് ഓൺ കോസ്റ്റ് ആഡ് ചെയ്തപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടി 7,74,900. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് 7,74,900 കിട്ടിയ സ്ഥിതിക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യണം? എത്രയാണ് പ്രോഫിറ്റ് എന്നുള്ളത് നോക്കണം. അപ്പോൾ കോസ്റ്റിൻ്റെ എത്ര ശതമാനമാണ് കഴിഞ്ഞതിൽ പ്രോഫിറ്റ് കിട്ടിയുള്ളത്? കോസ്റ്റ് 1,02,000 ആണ് കോസ്റ്റ്, അതിൻ്റെ 15,000 ആണ് പ്രോഫിറ്റ്. അപ്പോൾ 1,02,000 എത്ര ശതമാനമാണ് പ്രോഫിറ്റ് എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം? 15,000
ഡിവൈഡഡ് ബൈ, അതാണ് പ്രോഫിറ്റ്, 1,02,000 ഇൻറ്റു 100. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ് കിട്ടുക? അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 14.70 വരും. അപ്പോൾ 14.7 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ കോസ്റ്റിൻ്റെ 14.7% പ്രോഫിറ്റ് എന്നുള്ളത് നമുക്ക് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 7,74,900 14.7 സംതിങ് ആണ്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് എന്നുള്ളത് 1,13,986 ആണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ കൂടെ പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് എന്താണ് യൂണിറ്റ് കോസ്റ്റിംഗ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും. യൂണിറ്റ് കോസ്റ്റിങ്ങിൽ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ കോസ്റ്റ് ഷീറ്റ് എന്താണ് എന്ന് പഠിക്കുക. മിനിമം അതെങ്കിലും നിർബന്ധമായിട്ടും പഠിക്കണം. കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ്, എങ്ങനെയാണ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. പിന്നെ ഈ കൊട്ടേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ്, ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഡിക്രീസ്, അതും കൂടി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു യൂണിറ്റ് കോസ്റ്റിങ്ങിൽ നിന്ന് വരുന്ന എല്ലാ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഇനി ജോബ് കോസ്റ്റിങ്ങും പ്രോസസ് കോസ്റ്റിങ്ങും ഒക്കെ എടുക്കാനുണ്ട്. അതേപോലെ കോൺട്രാക്ട് കോസ്റ്റിങ്ങും എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.